ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജേണറായിട്ടുള്ള സൈഫൈ ഏലിയൻ പരിപാടിയൊക്കെ പിടിച്ചിട്ടുള്ള പടങ്ങൾ അധികം പിടിച്ചിട്ടില്ല ഇന്ത്യൻ സിനിമയിൽ. അത്തരത്തിലൊരു ജേണറിൽ ഇറങ്ങിയിട്ടുള്ള, കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിലാണെന്നുള്ളതും കൂടി ആലോചിക്കണം. ഇപ്പം നമ്മൾ ഗോഡ്സില്ല -1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമ, അത്രയും കുറവ് ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ആ ഒരു സിനിമ, എനിക്ക് തോന്നുന്നു ഗോഡ്സില്ല എന്ന് പറയുന്ന ആ ഒരു മോൺസ്റ്റർ പടങ്ങളിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഗംഭീരമായിട്ടുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു -1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജാപ്പനീസ് പരിപാടി പിടിച്ചു വന്നിട്ടുള്ള ആ ഒരു സിനിമ. അത്തരത്തിലുള്ള ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ നിന്നും വന്നിട്ടുണ്ട്. ഗഗനചാരി എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലാണോ അത് ഇക്കൊല്ലം ആദ്യത്തിലെങ്ങാണ്ട് പ്രീമിയർ ഷോക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ അഭിപ്രായങ്ങളൊക്കെ അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സിനിമ ഞാൻ ഇന്നലെ കണ്ടു. ആ ഒരു സിനിമയെ കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഈ ഒരു സിനിമ പറ്റുമോ ഇല്ലയോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഈ ഒരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ സ്പൂഫ് എന്ന് പറയാം, ഒരുപാട് ആൾക്കാർ പറയുന്ന പോലെ സൂപ്പർ ഹീറോ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സൈഫൈ, എന്ത് വേണമെങ്കിലും പറയാം. അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് സംവിധായകൻ പിടിച്ചിട്ടുള്ളത്. അരുൺ ചന്തു എന്നാണ് ആളുടെ പേര്. യങ്സ്റ്റർ ആണ്. അതുപോലെ തന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് സിംഗർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആളെയും കണ്ടിട്ട് ഫോട്ടോ കണ്ട് എനിക്ക് വളരെയധികം ചെറുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുതിയ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയാൻ. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് അജു വർഗീസ്, അതുപോലെ തന്നെ ഗോകുല്, അതുപോലെ നമ്മുടെ ഗണേഷ് കുമാർ സാറ്, അനാർക്കലിക്ക് അത്യാവശ്യം നല്ല കിടിലൻ റോളാണ് കിട്ടിയിട്ടുള്ളത്. കാരണം സൂപ്പർ ലേഡി തരത്തിലുള്ള ഒരു പരിപാടിയൊക്കെ പിടിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനാർക്കലിന് തോന്നിയിട്ടുള്ളത്. അത്തരത്തിലോ മികച്ചൊരു റോള് തന്നെ അവർക്ക് കിട്ടി എന്നുള്ളതാണ് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം. അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടിപ്പായിട്ട് തന്നെ അവരത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സ്പൂഫായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. പൊളിറ്റിക്സ് ആയാലും ആളുടെ പേഴ്സണൽ വ്യൂസ് ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ആൾ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 2 മണിക്കൂറിന് താഴെയുള്ള ഈ ഒരു സിനിമ. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് എല്ലാവരുടെ പെർഫോമൻസും അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഗണേഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ഗോകുലിൻ്റെ, അനാർക്കലിയുടെ, ഇവരുടെയൊക്കെ പെർഫോമൻസ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എഡിറ്റിങ്ങിൽ വന്നിട്ടുള്ള മികവ് അതും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അതും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലിമിറ്റഡ് ബഡ്ജറ്റിൽ എല്ലാവരും ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതായത് നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര ഈ ഒരു ഇൻഡസ്ട്രിയിൽ പതിപ്പിക്കണം എന്നുള്ളൊരു അടങ്ങാത്ത ആ ഒരു ആവേശം, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, ആ ഒരു സംഭവം ഈ ഒരു സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജേണർ ഇതേപോലെയാണ് പറയുക. ഇപ്പോൾ സ്പൂഫ് ആണെങ്കിൽ സ്പൂഫ് എന്ന് പറയാം, സൂപ്പർ ഹീറോ പടം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. എങ്ങനെയാണെങ്കിലും അത് കണ്ടിട്ടാണ് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചൊരു മിക്സഡ് ആയിട്ടുള്ളൊരു പരിപാടി സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആറ്റിക്കുറുക്കിയിട്ടുള്ള തിരക്കഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എവിടെയും എനിക്ക് പേഴ്സണലി എവിടെയും ലാഗോ അല്ലെങ്കിൽ ഇത് പോരാ അത് പോരാ ഒന്നും പറയാൻ തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാം കൊണ്ടും ഈ ഒരു സിനിമയെ അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രമാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടു വളർന്നിട്ടുള്ള കുറേ പരിപാടികൾ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ എഡിറ്റിങ്ങിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു പരിപാടി എനിക്ക് എന്തൊക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആക്ച്വലി അത്രയും രസമായിട്ട് അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ ചെറുപ്പം പയ്യനാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഫോട്ടോ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആളത് ചെയ്തു വെച്ചിരിക്കുന്നത് അതൊക്കെ പുതുമുഖങ്ങളും കൂടി ആവുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു സംഭവം ചെയ്ത് കാണിക്കണം, പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളതും കൂടി കൊണ്ട് സൂപ്പറായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അജിത് വിനായക എന്ന് പറയുന്ന ആ അയാള് ഇത്ര കാലമായിട്ട് പ്രൊഡക്ഷൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഗഗനചാരി എന്ന് പറയുന്നത്. സൂപ്പറായിട്ടുണ്ട്. ആൾക്ക് അർഹിച്ച ഒരു റിട്ടേൺ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ആൾ ചെയ്തിട്ടുള്ള മൊത്തം ഒരു അടിച്ചുപൊളി മൈൻഡിലുള്ള പടങ്ങളാണ് മിക്കവാറും. എല്ലാ പടങ്ങളും അതുപോലത്തെ ടൈപ്പ് പടങ്ങളാണ്. ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയാവുന്ന ടൈപ്പിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ അദ്ദേഹം നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായും ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. മൊത്തത്തിലൊരു മലയാളം സിനിമയുടെ ഒരു അഴിച്ചുപണി എന്ന് തന്നെ ഈ ഒരു സിനിമയെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു മികച്ച ഒരു ക്രാഫ്റ്റ് തന്നെയാണ് ഈ ഒരു ഗഗനചാരി എന്ന് പറയുന്ന സിനിമ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.